ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഒപ്പം ചേർന്നു. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് താങ്കൾ മാറി നിൽക്കുമോ? എന്തിന്? എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണെന്നുള്ളത്. താങ്കളെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിനയൻ പരാതി നൽകിയിരിക്കുന്നത്. അല്ല, ഒരാൾക്ക് പരാതി നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് സർക്കാർ കൃത്യമായിട്ടൊരു നിലപാടിലും ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെയാണ് ആ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലാതെ ഞാനെന്ന വ്യക്തിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ നയ രൂപീകരണ സമിതിയിൽ മലയാള സിനിമയിലെ 21 ക്രാഫ്റ്റുകളെ പ്രതിനിധീകരിച്ച് ആണ് ഞാൻ ആ സമിതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാനവിടെ പറയുന്ന അഭിപ്രായം ഈ 21 ക്രാഫ്റ്റുകളിൽ നിന്നും ക്രോഡീകരിച്ചെടുത്ത അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേൾക്കണം. ഒരു മലയാള സിനിമ നയം തൊഴിലാളികളുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും ഈ 21 വിഭിന്ന ക്രാഫ്റ്റുകളിൽ പ്രവർത്തിക്കുന്നവരുടെയും അഭിപ്രായം പാടെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ കേൾക്കാൻ കഴിയും? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നയ രൂപീകരണ സമിതിയിൽ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ സംഘടന എന്നോട് ആവശ്യപ്പെടണം. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത് 3-4 ദിവസത്തിനുള്ളിലായിരിക്കും. ഞങ്ങളുടെ ഒരു ഫൈനൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഞങ്ങളിതും ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനുശേഷമുണ്ടായ സംഭവവാസങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ പ്രതികരണത്തിൽ അമ്മയ്ക്ക് വൈകിയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അമ്മ പ്രതികരിക്കാൻ വൈകിയോ? അല്ല, അമ്മ തൊട്ടടുത്ത ദിവസം പ്രതികരിച്ചു. ഞങ്ങൾ പ്രതികരിക്കാൻ വൈകി എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ കേട്ടിരിക്കുന്നവർ. അല്ല, അമ്മയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് വന്നത്. എനിക്കൊന്ന് സിദ്ദിഖിൻ്റെ പത്രസമ്മേളനം അതിന് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തുകൊണ്ട് 4-ാം ദിവസം വന്നിരുന്നു. അതെ. അല്ല, വൈകിയോ എന്നുള്ളതല്ലല്ലോ, അവരെന്തു പറഞ്ഞു എന്നുള്ളതാണ്. ആ എന്തു പറഞ്ഞു എന്നുള്ളതിൽ പൊതുസമൂഹത്തിന് വലിയ രീതിയിലുള്ള വിമർശനമുണ്ട്. ആ വിമർശനം അവർ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടായിരിക്കാം അവർ അത്തരത്തിലൊരു നിലപാടെടുത്ത്, അതായത് പൊതുസമൂഹം വിമർശിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് അവർ വരാൻ കാരണം എന്തായിരിക്കാം? അല്ല, അത് മറ്റൊരു സംഘടനയെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ അവരുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയൻ സംവിധാനമൊന്നും അല്ലല്ലോ അവരുടേത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനവും മറ്റുള്ളവരോട് വളരെ തുറസായ ഒരു ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഒരാളത് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ കുറേ അങ്ങനെ ഒരു രീതി അല്ലല്ലോ അവരുടേത്. ഇപ്പോൾ സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ കണ്ടു അതിൻ്റെ മറ്റൊരു ഭാരവാഹി മറ്റൊരു വിൻഡോയിൽ വന്ന് സംസാരിക്കുന്നത്, മറ്റൊരു സ്ഥലത്ത്. അതെ, അത് ഒരിക്കലും ഒരു സംഘടനാ രീതിയല്ലല്ലോ അത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സംഘടനയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ പലരും അഭിപ്രായപ്പെട്ട പോലെ അതൊരു ട്രേഡ് യൂണിയൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അമ്മയ്ക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്ന് തന്നെയല്ല ഞാൻ പറഞ്ഞത്. ഒരു നിശ്ചിതമായ സംഘടനാ സ്വഭാവമേ അമ്മയ്ക്കില്ല. അത്തരത്തിലുള്ളൊരു സംഘടനാ സ്വഭാവമോ അതിൻ്റെ വഴക്കമോ അതിൻ്റെ പരിചയമോ നടത്തിപ്പോ ഒന്നും ആ സംഘടനയ്ക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ വളരെ പരിമിതമായ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ആ കൂട്ടായ്മ എന്നാണ് അവർ പറയുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മൾ പൊതുസമൂഹത്തോട് സംവദിക്കേണ്ട ഗൗരവമേറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ളൊരു ലൂസ് സ്ട്രക്ചർ അവർക്ക് ബാധ്യതയാവുന്നുണ്ട്. ഇപ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി ഈ ഒരു വിഷയത്തിൽ രാജിവെക്കേണ്ടി വന്നു. പിന്നീടുള്ളത് അമ്മ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചുള്ള ഒരു വഴക്കം കുറവ് അതിന് കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ള തഴക്കമോ വഴക്കമോ ഉള്ള ആളല്ല. ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തോട് അനവധി ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനെക്കുറിച്ച് ഞാനോ നിങ്ങളോ സംസാരിച്ചിട്ടോ വേവലാതിപ്പെട്ടിട്ടോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടൊരു സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ ധർമ്മം പൊതുസമൂഹവും ഒക്കെ പ്രതീക്ഷിക്കുന്ന വിധം നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണല്ലോ ഒരു രാജിയിലേക്ക് എത്തുന്നത്. ആ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പം അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെക്കാതെ കുറച്ച് പേർ മാത്രമാണ് ആരോപണ വിധേയരായിരിക്കുന്നത്. മറ്റൊരു മറുകൃതി ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് ശ്രീ മോഹൻലാലിനെ പോലെയുള്ള ഒരു പ്രസിഡന്റ് അദ്ദേഹം രാജിവെക്കാനായിട്ടുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ തനിച്ച് രാജിവെച്ച് പോകാൻ അനുവദിക്കേണ്ടതില്ല എന്നുള്ള ഒരു തോന്നലിലാവാം ബാക്കിയുള്ളവർ രാജിവെച്ചത്. അപ്പോൾ അതിനകത്ത് രാജി വെക്കണോ എന്നൊക്കെ സംശയിച്ച ആളുകളും ഉണ്ടാവാം. പക്ഷേ ഇതിൽ കൂടുതലൊക്കെ ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്നല്ലേ ഞാൻ അമ്മയെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. ആയിക്കോട്ടെ, അമ്മയിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. താങ്കൾ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്, ട്രേഡ് യൂണിയൻ മേഖലയിലുള്ള ആളാണ്. മലയാള സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, പവർ ഗ്രൂപ്പ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ചിലപ്പോൾ മൊഴിയായോ നിഗമനമായോ നമുക്ക് വ്യക്തതയില്ല. മറ്റ് ചിലപ്പോൾ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ടൊക്കെ പവർ ഗ്രൂപ്പ് കടന്നു വരുന്നുണ്ട്. സിനിമയിൽ എക്കാലത്തും എനിക്കൊന്ന് വളരെ
ശക്തമായിട്ടുള്ള അലയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് വിജയ ചിത്രങ്ങൾ മാത്രം, വലിയ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസസ് നമുക്കുണ്ട്, എക്കാലത്തും ഉണ്ട്. അവർക്ക് വേണ്ടി മാത്രം സിനിമകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് തുടരെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്ന സംവിധായകർ, എഴുത്തുകാർ, നടീനടന്മാർ, സൂപ്പർ താരങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പം നാച്ചുറലി ആ ഒരു എന്താ പറയുക സംവിധാനത്തിനുള്ളിലായിരിക്കും കൂടുതൽ വലിയ ചിത്രങ്ങൾ നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അവരോട് അലൈൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാര്യം അവർക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ടല്ലോ. ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മുതൽ മുടക്കുമായിട്ട് ബന്ധപ്പെട്ട, വിപണിയുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായ അലയൻസുകൾ മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ ഒരുമിച്ച് ഒരു അലയൻസായി മാറുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം, അത് അത്രത്തോളം സാധ്യമല്ല. കാരണം അത്രത്തോളം വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് ഈ സംഘടനാ സംവിധാനങ്ങൾക്കെല്ലാം ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ 2008 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ 5 തവണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിട്ട് വേതന കരാർ ഒപ്പുവെച്ചവരാണ്. അപ്പോൾ അതിൽ 3ാമത്തെ കരാർ ഒപ്പുവെച്ചപ്പോൾ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടായി. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ടായപ്പോൾ പ്രധാനപ്പെട്ട നടന്മാരും അതുപോലുള്ള ആളുകൾ, അവർക്ക് പ്രൊഡക്ഷൻ ഹൗസസ് ഉള്ളവരാണ്, അവർ ഞങ്ങളോട് വളരെ കൃത്യമായിട്ട് അകലം പാലിച്ചവരാണ്. പക്ഷെ അത് പരിഹരിക്കപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക, അങ്ങനെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, ഇവരെല്ലാം തമ്മിൽ ഒരു രഹസ്യ ധാരണയായിട്ട് ഒരു അദൃശ്യ ലോബിയായിട്ട് നിന്നുകൊണ്ട് എന്നും അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ ഇവാലുവേറ്റ് ചെയ്ത് ഇന്നയാളെ ഒഴിവാക്കണം, ഇങ്ങനെ പടം, അങ്ങനെ നമുക്ക് ഇൻഡസ്ട്രി വർക്ക് ചെയ്യാനേ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 21 യൂണിയനുകളുടെ ഫെഡറേഷനാണ് ഫെഫ്ക. 21 യൂണിയനുകൾ ട്രേഡ് യൂണിയനുകളാണ്. ആ യൂണിയനുകളുടെ അഭിപ്രായം കേൾക്കാതെ ഫെഫ്ക ജനറൽ സെക്രട്ടറിക്ക് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല, ഒരു വാചകം പോലും സംസാരിക്കാനും സാധിക്കില്ല. ഇപ്പോൾ സംവിധായകൻ ആഷിഖ് അബു ഉന്നയിച്ച ആക്ഷേപങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. താങ്കൾ ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന ആളാണ്, ആഷിഖ് അബുവും ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന ആളാണ്. ആ ഇടതുപക്ഷ ലൈനിലെ ഏതാണ് ശരി എന്നുള്ളതായിരിക്കുമോ നിങ്ങൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിന് കാരണമെന്ന് പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ എന്താ പറയേണ്ടത്, ആഷിഖും ഞാനുമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അന്തരങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. തന്നെയല്ല, എനിക്ക് അങ്ങനെ വലിയ എന്താ പറയുക, ഞാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊഴിലാളി വർഗ രാഷ്ട്രീയം അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കുക, ഇങ്ങനെ തുടങ്ങിയ വിശാലമായ താല്പര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിലപ്പുറം ഒരു ക്ലെയിം എനിക്കില്ല. ഞാൻ ഒരു അധികാര സ്ഥാനങ്ങളിലും ഇരുന്നിട്ടുള്ള ആളല്ല ഗവൺമെൻറ് സർക്കാരിൻ്റെ. ഇനി നിങ്ങൾക്ക് എന്നെ അത് കാണാനും സാധിക്കില്ല. അതെൻ്റെ വളരെ അടിയുറച്ച നിലപാടാണ്. അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയത്തോടോ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിനോടോ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ അവകാശമുണ്ട് ജനാധിപത്യപരമായിട്ട് അത് പ്രകടിപ്പിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഞാനൊരു വ്യാജ ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ടാവണം, അദ്ദേഹം ഒരു 916 അല്ലെങ്കിൽ ഒരു പത്തരമാറ്റ് ഇടതുപക്ഷ കാരനാണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു ബോധ്യത്തോടെ നീതി പുലർത്താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. ഇപ്പോൾ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നങ്ങ് പറയുകയുണ്ടായി. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവം, കാസ്റ്റിംഗ് കൗച്ച് ഇല്ല എന്നുള്ള, മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടച്ച് കാട്ടുന്നതായിരിക്കും. നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു വലിയ ചരിത്രമില്ലേ? ഈ വലിയ ചരിത്രത്തിനകത്ത് എത്രയോ സന്ദർഭങ്ങളിൽ നമ്മൾ കേട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉള്ള കാര്യമാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ളൊരു സംഗതി. അത് ഇപ്പം നമ്മൾ പറയും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലോ. അപ്പോൾ അതിനെ അങ്ങനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യമില്ല. എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ഉള്ള കാര്യങ്ങൾ ഉണ്ടാവരുത് മലയാള ഫിലിം വ്യവസായത്തിൽ എന്നുള്ളൊരു നിലപാട് വേണം നമ്മൾ എടുത്തു പോകാൻ. കാലാകാലങ്ങളിൽ ഇതുപോലുള്ള ബോധ്യങ്ങളിലൂടെയും നവീകരണ പ്രവർത്തനങ്ങളിലൂടെയും നമ്മളൊരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങളെ പാടെ നമ്മൾ തുടച്ചു നീക്കാൻ കഴിയണം, മറികടക്കാൻ കഴിയണം എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു യൂട്ടോപ്യനായിട്ടുള്ള എല്ലാം ശരിയായിട്ടുള്ള ഒരു ഭാവി നമുക്ക് ആഗ്രഹിക്കാമെങ്കിലും അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ളത് വലിയ ദുഷ്കരമായിട്ടുള്ള സംഗതിയാണ്. ആ പ്രവർത്തനത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന
നീതിയിൽ ബോധ്യമുള്ള എല്ലാവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒന്ന് മലയാള സിനിമയിലുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്നാണ് അങ്ങ് തീർച്ചയായിട്ടും അല്ല, കഴിഞ്ഞ ദിവസം സംവിധായകൻ ലാൽ പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കണമല്ലോ ആ കാര്യത്തിനകത്ത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അഭിനേത്രികളുണ്ട്. അവർ തന്നെ മറ്റ് ഭാഷകളിലെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നവരാണ്. പക്ഷേ ആ ഭാഷകളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത്തരം ഒരു ആരോപണം അവർക്ക് പോലും ഉന്നയിക്കാനില്ല. അല്ല, അത് ഈ ഘട്ടത്തിൽ ഞാനതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പോൾ ഒരു 1-to-1 ഒരു ഡയലോഗ് അവരുമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വരും. അവർ ഇപ്പോൾ തുറന്നു പറഞ്ഞ സ്ത്രീകളാണ്. ആ ആദരവ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരോട് നമ്മളൊരു ഡയലോഗിന് ഈ കാര്യത്തിന് പോയിട്ട് അതിൻ്റെ സ്പെസിഫിക്സിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതൊക്കെ തെറ്റായ രാഷ്ട്രീയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ഷേപങ്ങൾ ഉള്ള ആളുകൾ അത് അറിയിക്കുകയാണ് ചെയ്തത്. അതേസമയം മറുവശത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഹേമ കമ്മിറ്റി ഒരു മൊഴി എടുത്തിട്ടില്ല. ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പക്ഷേ അങ്ങനെ ഒരു കുറ്റവിചാരണയ്ക്ക് വേണ്ടിയല്ല, കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ല, അതുതന്നെയാണ് അതിൻ്റെ കാരണം. അവർ മറുവശം കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഷി വാസ് ബേസിക്കലി കളക്ടിങ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ, അല്ലേ? അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കൊറോബറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മറ്റേയാളെ വിളിക്കുക, അത് അവരുടെ പരിധിയിൽ വരുന്നതോ അവരുടെ പ്രവർത്തന രീതിയോ അല്ല. പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയോ? ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം മുഴുവൻ പേരുകളും വെളിയിൽ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. കാരണം മുഴുവൻ പേരുകളും വെളിയിൽ വരുമ്പോൾ അത് എത്ര വലിയ പേരുകളായി അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡയലോഗ് ഓപ്പണാണ്, അല്ലേ? അവർക്കും പറയാൻ ചിലത് കാണും. അത് അവർ പറയേണ്ടത് ഈ നാട്ടിലെ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയോട് കൂടിയാണല്ലോ. അതിനൊരു പ്രത്യേക അന്വേഷണ സംഘമൊക്കെ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലൂടെ താണ്ടി നമ്മൾ വരുമ്പോൾ ഈ ഒരു പക്ഷേ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഈ ഇൻഡസ്ട്രിയിലൊരു വലിയ നവീകരണം ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതിന് തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള പരിമിതികളുണ്ടാവാം. അതാണല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം എന്തായാലും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ പേരുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഊഹാപോഹങ്ങൾക്ക് വിടേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു പ്രോസസ്സിലൂടെ കടന്ന് പോകേണ്ടതാണ്. പക്ഷെ അതിനകത്ത് അത്തരം ആഗ്രഹങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന രീതിയിലുള്ള ഉപാധികളോ നിബന്ധനകളോ ഉണ്ടെന്നുള്ളത് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിനടുത്തൊരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ട്, വിവരാവകാശ കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനിലും അല്ലാത്തതുമായിട്ടുള്ള ബോഡികൾ ചേർന്നിട്ട് ആണല്ലോ ഈ റിപ്പോർട്ടിനെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവനും വിശകലനം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്തൊരു തീരുമാനം എടുക്കട്ടെ. കോടതി നിബന്ധനകൾക്ക് വിധേയമായി കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്നാണ് താങ്കൾ പറയുന്നത്. കോടതി എന്ത് തീരുമാനിച്ചാലും അത് സംഭവിക്കണം, അത് സംഭവിക്കുകയേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞങ്ങൾ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് പേരുകൾ അറിയണം എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് ഭയക്കുന്നത് നമ്മൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനപ്രതിനിധി കൂടിയാണ് മുകേഷ്. അദ്ദേഹത്തിനെതിരെയാണ് ഗൗരവമായ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. അത് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ താങ്കളൊരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന ആൾ കൂടിയാണ് ചോദിക്കുകയാണ്, അദ്ദേഹം ജനപ്രതിനിധി പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടതല്ലേ? അല്ല, നിങ്ങളത് ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതിന് ഉത്തരം പറയാം. ഇപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ സർക്കാരാണല്ലോ ഒരു നിലപാട് പറയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അതേപോലുള്ള സാഹചര്യമുണ്ട്. ഞങ്ങളുടെ മുതിർന്ന അംഗങ്ങളൊക്കെ ആരോപണ വിധേയരായിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അതിലടുത്ത് ഞങ്ങളുടെ അടുത്തൊരു സ്റ്റാൻഡുണ്ട്. അത് പറയാതെ ഇതിന് ഞാൻ ഉത്തരം പറയുന്നത് ശരിയുമല്ലല്ലോ. അതിനകത്ത് ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുൻകാലങ്ങളിൽ എടുത്ത സ്റ്റാൻഡാണ്. ഇതുപോലുള്ള സമാന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഇതിനു മുമ്പും ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു FIR ഇട്ടതുകൊണ്ട് ഞങ്ങളൊരു സംഘടനാപരമായ നടപടിയിലേക്ക് കടക്കില്ല. കാരണം വിവിധ കേസുകളിൽ FIR ഉള്ള ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒരു പരാതി ഉന്നയിച്ചാൽ FIR ഇടണമല്ലോ, അതാണല്ലോ അതിൻ്റെ രീതി. പക്ഷേ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹം ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക, അതായത് ഒരു അറസ്റ്റ് നടക്കുക, ഒരു കോടതി പരാമർശം നടക്കുക, ഒരു പോലീസ് റിപ്പോർട്ടിന്മേൽ ഒരു കോടതി ഒരു കൃത്യമായ നിരീക്ഷണം പറയും, തീർച്ചയായിട്ടും ആ അംഗത്തെ ആ കേസ് കഴിയുന്നവരെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ ഫെഫ്കയുടെ മുൻപിൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ആർക്കെങ്കിലും എതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? ഈ അമ്മയിൽ പറഞ്ഞ 2-3 പരാതികൾ ഞങ്ങൾ ശ്രദ്ധിച്ചു. അത് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ആർട്ടിസ്റ്റുകൾക്ക് നേരിട്ട് ഞങ്ങളുടെ അടുത്ത് പരാതി പറയാനുള്ള
പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് കാണുന്നത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിലെ ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ കുറേയധികം തുറന്നു പറച്ചിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലത്തെ യോഗത്തിലും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ ഫെഫ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫെഫ്കയിൽ പരാതിപ്പെട്ടിട്ടും നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവർ പരാതിപ്പെട്ടിരിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയനിലായിരിക്കണം. ആ യൂണിയൻ കൈകാര്യം ചെയ്തിട്ട് അത് അവിടെ തീരാത്തതോ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നതോ ആണ് ഫെഫ്കയിലേക്ക് വരിക. അത്തരത്തിൽ വന്ന കാര്യങ്ങൾ ഇല്ല എന്നത് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും തന്നെ വന്നിട്ട് ഇല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും.